വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു പുതിയ ഗെയിം അല്ലാതെ പഴയ ഗെയിമിൻ്റെ വീടായിട്ടാണ് ഗെയ്സ് വന്നേക്കുന്നത്. ഗെയ്സ് നമ്മൾ ഇത്ര നാളും കളിച്ചതിൽ ഇത് ഇച്ചിരി വെറൈറ്റിയാണ് ഗെയ്സ്. ഇതിനകത്ത് ഏത് കാറിൽ ഓട്ടിക്കാം ഗെയ്സ്. ഓട്ടിക്കാൻ ഓടുന്ന കാർ മാത്രമേ ഓട്ടിക്കാൻ പറ്റത്തുള്ളൂ ഗെയ്സ്. നമുക്കിപ്പം ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ അവിടെ ഇതൊന്നും ചികിത്സിക്കാനല്ല പോകുന്നത് ഗെയ്സ്. നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എല്ലാ വണ്ടി ഓട്ടിക്കാമെന്ന്, അതിന് വേണ്ടിയാ ഗെയ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ മാപ്പിൽ ലൊക്കേഷൻ എത്തിയിട്ടിട്ട് ഗെയ്സ് ഇതിൻ്റെ അകത്ത് കയറിയ ഉണ്ടോ ഒരു ഹോസ്പിറ്റൽ കണക്ക് എല്ലാം ഉണ്ട്. ഈ ഓപ്പൺ വേൾഡ് മറ്റേ എക്സ്ട്രാ എല്ലാം എടുക്കത്തില്ല, ഇല്ല അതല്ല വേറെ എന്തുവാ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇതിൽ യുദ്ധമൊന്നുമില്ല, നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് ഗൈസ്. ഇതിൽ ഹോസ്പിറ്റൽ കണക്ക് എല്ലാം ഉണ്ട്. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിൽ ബാക്കി വന്നിട്ട് ഏണി കൂടെ മണ്ടയ്ക്ക് കയറി ഓടി ഹെലികോപ്റ്റർ കിട്ടും. നമ്മൾ ഹെലികോപ്റ്ററും കൊണ്ട് പറന്നു പോവും. ആ UFO എല്ലാം കിടക്കുന്നുണ്ടോ അങ്ങോട്ടെല്ലാം. നമ്മൾ മിലിറ്ററി ക്യാമ്പിലെല്ലാം കയറുന്നതായിരിക്കും ഗൈസ്. ഇതിനെ മണ്ടയ്ക്കെല്ലാം കണ്ടോ? ഓ സീൻ. ഇവനെല്ലാം നമ്മൾ ചെറുക്കനെ പണ്ടേ പ്രൊഫഷണൽ ഇതല്ല. ബുള്ളറ്റ് എടുക്കട്ടോ ഗെയ്സ്. യുദ്ധത്തിനല്ല ഗെയ്സ് ബുള്ളറ്റ്. ഇപ്പം നമ്മൾ പോകുന്നത് നമ്മൾ കളിച്ചിട്ടുള്ള മിക്ക ഗെയിമിലും മിലിറ്ററി ബേസ് ചെല്ലുമ്പോൾ ഇതിനടി കാണും. അതാണ് ഇതിലും ഗെയ്സ്. നമ്മൾ മിലിറ്ററി ബേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഗെയ്സ്. പറഞ്ഞ് ഇത് ചെയ്യുന്നില്ല ഗെയ്സ്, നിങ്ങൾ അലമ്പാക്കുന്നില്ല ഗെയ്സ്. കണ്ട വാണിംഗ് കിട്ടുക നമ്മൾ ഡേഞ്ചർ സോണിലോട്ടൊക്കെ കയറുന്നതെന്ന്. ഈ വാണിംഗ് കിട്ടിയാൽ ഓടണം. ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് കാണിക്കുക, അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടണം. എന്നിട്ട് നമ്മൾ ഈ ബോട്ട് എടുക്കാനാണ് വേണ്ട. ഈ ബോട്ടിന് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ഇല്ല, അതുകൊണ്ട് എത്ര ഡാമേജെല്ലാം ഇതിന് കിട്ടും. ഇതും കൊണ്ട് നമ്മൾ ഓടും. വാണിങ് മാറി അപ്പം നമ്മൾ വളഞ്ഞ് എന്നിട്ട് ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് എയിം ചെയ്യാനുള്ള ഇങ്ങനെ എയിം ചെയ്തിട്ടുള്ള നമ്മൾ ഫസ്റ്റ് കപ്പലായത്. നമ്മൾ എടുക്കാൻ പോകുന്നു. അടുത്തൊരു പ്ലെയിൻ ആവട്ടെ. നമ്മൾ ഇങ്ങനെ നിന്നാൽ നമുക്ക് പണിയാം ഗൈസ്. ഇതിൽ എനിക്കിതാ കൂടുതൽ ഇഷ്ടപ്പെട്ട ഏണിയെല്ലാം ഉണ്ട് കണ്ടോ കണ്ടോ. ഏണി കയറുകയും ചെയ്തും ചെയ്യാം ഗൈസ്. എനിക്ക് ആറ്റങ്കയുടെ ഇന്നലത്തെ ഞാൻ കണ്ട വീഡിയോ ഗൈസ് ഓർമ്മ എഴുതാ ഗൈസ്. മുമ്പ് ഇട്ട് നിങ്ങൾ അയാളുടെ സബ്സ്ക്രൈബ് ആയത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടാണ് ഗൈസ്. അയാൾ GTA San Andreas അല്ല, നമ്മുടെ GTA San Andreas അതോ നിങ്ങൾ കണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇനി ഞാൻ പറഞ്ഞ അലമ്പാക്കുന്നില്ല ഗൈസ്. ഇനി നമ്മളടുത്ത നേവി കപ്പ് ഇങ്ങോട്ടാണ് എഴുതുന്നത് ഗൈസ്. ഇവിടെ സീൻ എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനത്തെ ബോട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ബോട്ട് കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഹെലികോപ്റ്റർ എടുക്കാനാണ് വന്നത്.
നമ്മൾ അറ്റാക്ക് കാണിച്ചില്ല. അപ്പോൾ നമ്മൾ മണ്ട കയറുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. കണ്ടോണം മണ്ട കയറും. നമുക്ക് തിരിച്ചടിക്കാൻ നിൽക്കില്ല. ഗൈസ് കണ്ടോ ഞാൻ കണ്ടോ നമ്മൾ റീസ്പോൺ ആയി. ഇത്രേ ഉള്ളൂ. നമ്മൾ ചത്ത എവിടെയാണോ അതിനും കൂടി കണ്ടോ ഗൈസ് ഇത്രേ ഉള്ളൂ. ഗൈസ് അവിടെ UFO അടക്കുന്നുണ്ടോ? അത് പോയി തട്ടിയാലോ ഗൈസ്. ആ റെഡ് മാർക്ക് ഉണ്ട്, അതാണ് ഇതിൻ്റെ എയിമിങ്. ആ മാർക്ക് എവിടെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ അറ്റാക്ക് ചെയ്യണം ഗൈസ്. കണ്ടോ ഇതാണ് ഇവിടുത്തെ ഇത് ഫുള്ള് ഇതാ ഗൈസ്. നിങ്ങൾക്ക് കാണുന്ന ആ കപ്പൽ ഓട്ടിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ഗൈസ്. കണ്ടോ കറക്റ്റ് പിടിക്കണം ഒരടുത്ത്. ആ വോണ്ടഡ് ഇത് ആരെ കൊണ്ടിട്ടുണ്ട്, അതാണ് വോണ്ടഡ് കാണിക്കുന്നത്. നമുക്ക് മാക്സിമം ഹൈറ്റിൽ പോവാം. ഇപ്പം നമ്മൾ സിറ്റി ഇറങ്ങി കാണുന്നവനും കാണാത്തവനെല്ലാം ഒന്ന് ചൊറിഞ്ഞിട്ട് അടിച്ചു വരും. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഒന്നും പറയുമ്പോൾ അത്രയും ഇനി കാണത്തില്ല. കണ്ടവിടെ സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട്. ആഡംബരോ ചാട് ജനാലയുടെ അങ്ങനത്തെ ഒന്നും കയറാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റും. ഓ ചാടിയ ഇത് ലിഫ്റ്റാ ഗൈസ്. നമ്മൾ ലിഫ്റ്റിൻ്റെ മണ്ടയ്ക്കാണ് ആണെന്ന് തോന്നുന്നു. നമ്മൾ മണ്ടയ്ക്ക് പോയോ ആഡംബര ഫീല് ഗൈസ്. നിങ്ങൾ വല്ല കണ്ടൻറ്റ് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഗൈസ്. ഞാനൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് അത്രയും സമയം നിങ്ങളൊരു കണ്ടൻറ്റ് പറയുന്നതിനേക്കാൾ ബെറ്ററാണ് ഗൈസ്. അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സ് ഓണാണ്. നിങ്ങൾക്ക് തോന്നിയ ഗെയിമിൻ്റെ കമൻറ്റ് എല്ലാം ഇട്ട് ഞാനത് ഉറപ്പായിട്ടിടുന്നതായിരിക്കും. ഗൈസ് ഇവിടെ മറ്റേ നമ്മൾ എടുത്തിട്ടൊന്നുമില്ലേ നമുക്ക് നീന്തുന്ന അടുക്കലെങ്കിൽ ചാടിൻ്റെ ജമ്പിങ് ആനിമേഷൻ കൊള്ളാം. ഇല്ലേ ഞാനേ നിങ്ങൾക്ക് അഭ്യാസം കാണണം. ഇതെല്ലാം നമ്മൾ ഇതിനപ്പുറം ചെയ്യും. കണ്ട ഒരു ഡാമേജ് ഒന്നും എടുത്തില്ല. അത്രയ്ക്കും പവറാകുമ്പോൾ നമ്മളങ്ങ് ബിൽഡിങ് ഇതല്ലേ ഇവിടെട്ടായിരുന്നു ലിഫ്റ്റ്. ഇവിടെ ഓക്കെ ലിഫ്റ്റ് വരുമോ? ലിഫ്റ്റില്ലപ്പോൾ നമുക്ക് വണ്ടി കയറണം. ലിഫ്റ്റില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് ലിഫ്റ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ബ്ലോക്ക് പൾസ ഇത് കൊടുത്താൽ വോണ്ടഡാവും ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി കയറി നമ്മൾ ട്രാവൽ ചെയ്യും ദൂരത്തേക്ക്. ഇവന്മാരൊന്നും എത്താത്ത കണ്ടോ ബാക്കിൽ നിന്ന് ഷൊയിന്ന് വിടും. വലിയവാനം പിടിച്ചാണൊക്കെ റോക്കറ്റ് വിടുന്നു, മിസൈൽ വിടുന്നു. ഇത് നമുക്ക് ഡൈഡ്. അങ്ങനെ നമ്മൾ ചത്തേക്കുന്നു. വോണ്ടഡെല്ലാം മാറി ഗൈസ്. ഇതല്ല ഗൈസ് ഞാനത് ആ ട്രിക്ക് ഉപയോഗിച്ചത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ട ഗൈസ്. ഇവിടുന്ന് നേരെ ചെന്നാൽ നമുക്കൊരു പുതിയ വണ്ടി കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ ഹെലികോപ്റ്റർ ഇപ്പം കിട്ടും. കാണിച്ചേട്ടെ. ഞാൻ അറ്റാക്ക് ചെയ്യില്ലേ കണ്ടോ വാണിയും കാണിക്കത്തുള്ളൂ. നമ്മൾ അറ്റാക്ക് ആയതില്ല ബിക്കോസ് നമ്മൾ അത്രയ്ക്ക് ഫാസ്റ്റിന് ചെയ്ത.
നമ്മൾ എത്ര ഫാസ്റ്റിന് ചെയ്യുന്നോ നമുക്ക് അത്രയും ഫാസ്റ്റിനെല്ലാം കിട്ടും. ഗൈസ് ഇനി നമുക്ക് ആ നേവി കപ്പലില്ലേ, ഇതിനകത്ത് 20 ബുള്ളറ്റ് ഉണ്ട്. ശരി പൊങ്ങ് നമ്മൾ വോണ്ടഡ് ആണെങ്കിൽ ഒരുത്തിനെ കൊല്ലണം. കണ്ട കൈസ് നമ്മൾ റീസ്പോൺ ചെയ്തണ്ട ആ വണ്ടിയെല്ലാം. കൈസ് എൻ്റെ ജീവൻ പണിയാൻ വെച്ചു. ഹെലികോപ്റ്റർ അല്ല, ജെറ്റ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. യു ആർ അറ്റാക്ക്. ഓക്കെ. ഓ അടിന്നെല്ലാം ബുദ്ധിമുട്ടുവോ? ഞാൻ കറക്റ്റ് എയിമിങ് നിന്നട്ടെ. സാധാ ഗൈസ് എൻ്റെ ജീവൻ പണയം വെച്ചു ഗൈസ്. ഞാനൊന്നും തോറ്റെന്നൊന്നും പറയില്ല ഗൈസ്. കളി നമുക്ക് കാണിച്ചു തരാം. എസ്കേപ്പ് ആയില്ലേ? ഇവിടുന്ന് ഇതെടുത്ത് ചെയ്താലും കൊള്ളത്തില്ല. എന്നാലും നമ്മൾ തോക്കൊന്നും പറയുന്നില്ല. റിവഞ്ച് ഇസ് റിവഞ്ച്. അതാണ് കനിപ്പോൾ റിവഞ്ച് കൊടുക്കാൻ ഓടിച്ചില്ല. ഇവിടെ റിവഞ്ച് കൊടുക്കുന്ന ആമോടൊരു എന്തെങ്കിലും ജെറ്റ് എടുക്കാൻ പറ്റിയെങ്കിൽ ജെറ്റ് എടുത്തിട്ടേ വരത്തുള്ളൂ. നമ്മൾ ചത്ത്. ഇത് ജെറ്റ് എടുക്കാൻ പറ്റത്തില്ല. എടുക്കത്തില്ല. നമ്മൾ ജീവൻ പണയം വെക്കില്ല. ഒരാളെ പണയം വെക്കുമെന്ന് പറഞ്ഞ് പണയം വെക്കില്ലേ? അത് കണ്ട ഗൈസ്, മലയെന്നല്ല ഇതിനകത്തുനിന്ന് ചാടിയിട്ട് വീണ്ടും നമുക്ക് അവിടെയും പോയി കാണിക്കാം. അവിടെ ഇപ്പോൾ ചാട്ടേ ഉള്ളൂ. കടിക്കോ? കണ്ടോ ഗൈസ്? അങ്ങോട്ട് വരാം ഗൈസ്. ഈ വണ്ടി ഉണ്ട് ഗൈസ്. നമ്മളെ പഴയ കപ്പൽ മാറ്റി കേട്ടോ. സ്പീഡില്ല, അതുകൊണ്ട് നമ്മൾ പുതിയ കപ്പലെടുത്തു. റോക്കി ഗൈസ്. ഇത് നമ്മൾ ഈ റാമ്പ് ചാടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ആണെന്ന് 97.3% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് അത് അങ്ങനെയാണ് ഗൈസ്. ഒരു സബ്സ്ക്രൈബ് ഇല്ല ഗൈസ്. നിങ്ങൾക്ക് ചെയ്തൂടെ? നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തല്ലേ ചെയ്താൽ പോരെ? ഞങ്ങൾക്കതൊരു വലിയ ഇതാണ് ഗൈസ്. നമ്മളെ നേരത്തെ കൊണ്ടിട്ട് കപ്പലിൽ പോവും. ഇത് ഡിസ്പോണാവും. ഈ മൈൻക്രാഫ്റ്റ് കണക്കന്നെ ഇത്. തിരിച്ച് ഡിസ്റ്റൻസ് കയറണം.
ഗൈസ് ഞാൻ ഇത് പൊട്ടിക്കട്ടെ. ഗൈസ് ഞാൻ അങ്ങനെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു. ഈ വണ്ടി പൊട്ടിച്ചിട്ട് ബൈൻഡപ്പ് ചെയ്യാം. ഓക്കേ, ഈ വണ്ടി മാത്രം പൊട്ടിച്ചാൽ മതി. അതെല്ലാം ഉണ്ട്. ആ കപ്പലും കൂടെ പൊട്ടിക്കട്ടെ. ഇത് ഷോർട്ട് റേഞ്ച് വരണം. ദൂരെ നിന്നതിനൊന്നും ഇതില്ല. ഇനിയുണ്ടോ? ഇതെന്തെങ്കിലും പൊട്ടിക്കണോ? നമുക്ക് രണ്ടമ്മയുടെ തല പൊടിച്ചിട്ട് ചേർക്കാം. ഓക്കെ, ഒരു ഹെഡ്. ഓക്കെ ബ്രോ, സോറി. ഗൈസ് അങ്ങനെ നമ്മൾ വീട് ബൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുക, ആഘോഷത്തിനൊന്നും ചെയ്തിട്ടില്ല. ഓ ഗൈസ് അങ്ങനെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗൈസ്. എനിക്ക് ഈ വെക്കേഷനുള്ളിൽ തന്നെ ഒരു 50 സബ്സ്ക്രൈബ് അടിക്കണം. നിങ്ങൾ ഒരു 100 സബ്സ്ക്രൈബർ തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് പറയുന്നതായിരിക്കും. അതേസമയം തിരിച്ച് നിങ്ങളൊരു 500 സബ്സ്ക്രൈബേഴ്സ് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് പറയുന്നത്, പേരെല്ലാം മോന്ത കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഫേസ് റിവ്യൂൽ കാണിക്കുന്നതായിരിക്കും. കണ്ടോ ഗൈസ്, നമ്മൾ അവിടെ ചുമ്മാ ഇന്ന് എസ്കേപ്പ്. എങ്ങനെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.